നമസ്കാരം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എപ്പോഴും പലതരത്തിലുള്ള ചിന്തകൾ കടന്നു വരും. ഏതെല്ലാം ചിന്തകളിലൂടെയാണ് അയാൾ കടന്നു പോകുന്നത് എന്ന് പലർക്കും മുൻകൂട്ടി മനസ്സിലാക്കുവാനോ അല്ലെങ്കിൽ അവർ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുവാനോ സാധിക്കണം എന്നില്ല. എന്നാൽ തൊടുകുറിയിലൂടെ ഇത് സാധ്യമാണ് എന്ന കാര്യം നിങ്ങൾ ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ തൊടുകുറിയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഒരാളുടെ മനസ്സിലുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയുമായി അവരുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഈ തൊടുകുറിയിലൂടെ വിശദമായി മനസ്സിലാക്കാം. അതിനായി ഏവരും ഈ തന്നിരിക്കുന്ന 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ആദ്യത്തെ ചിത്രം ഗുരുവായൂരപ്പൻ്റെ ചിത്രമാണ്. രണ്ടാമത്തെ ചിത്രം സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രമാണ്. ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിലെ ആ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഏവരും ഗുരുവായൂരപ്പനെ ഒരു നിമിഷം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിന് മുന്നോടിയായി ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി വരാഹി പൂജയിലും ബുധനാഴ്ച നടത്തുന്ന വിശേഷാൽ ശ്രീകൃഷ്ണ പൂജയിലും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. ആദ്യത്തെ ചിത്രമായ ഗുരുവായൂരപ്പനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളുണ്ട്. അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും എന്ന കാര്യമാണ് ആദ്യം നാം ഓർത്തിരിക്കേണ്ടത്. തീർച്ചയായും അതിന് നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഫലം. ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പല രീതിയിലുള്ള പ്രയാസങ്ങൾ ഒഴിവാവുകയും ജോലിയിൽ ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കുവാനുള്ള അവസരമോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് ഏറ്റവും അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെ പറയാം. ഇവരുമായി ബന്ധപ്പെട്ട് മാനസികമായി എന്തെങ്കിലും തരത്തിലുള്ള അകൽച്ചകളോ തർക്കങ്ങളോ ഉണ്ട് എങ്കിൽ അവ പരിഹരിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. അതല്ല, അത് ഇല്ലാതാകുവാൻ സഹായകരമായ കാര്യങ്ങൾ സംഭവിക്കും എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. എപ്പോഴും നിങ്ങളെക്കുറിച്ച് തന്നെയാണ് മറ്റുള്ളവർ അല്ലെങ്കിൽ ഇവർ ചിന്തിക്കുന്നത് എന്ന കാര്യവും ഓർക്കുക. ഇത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾക്ക് കാരണമാകും. മറ്റുള്ളവർ നിങ്ങളെ ആക്ഷേപിക്കുന്നു, പരിഹസിക്കുന്നു എന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വിഷമങ്ങൾ നൽകുന്ന കാര്യങ്ങളാകുന്നു. എന്നാൽ അത് താൽക്കാലികമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. പരിഹസിക്കുന്നവർ അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വിഷമങ്ങൾ നൽകുന്നു എങ്കിലും തളരുവാൻ പാടുള്ളതല്ല. അവരുടെ ജീവിതത്തിൽ തീർച്ചയായും അതിനുള്ള തിരിച്ചടികൾ ഈശ്വരനായി തന്നെ നൽകും എന്ന കാര്യം ഓർക്കുക. അഭിമാനികളാണ് നിങ്ങൾ. അഭിമാനം വിട്ട് ഒരു കാര്യവും നിങ്ങൾ ചെയ്യില്ല എന്നത് വാസ്തവമാണ്. അത്തരത്തിൽ ചെയ്യുവാൻ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത വ്യക്തികളാകുന്നു. എന്നാൽ സ്നേഹിച്ചാൽ നിങ്ങൾ എന്തും നൽകും എന്നതും വാസ്തവമായ കാര്യമാണ്. അത്തരത്തിൽ പലർക്കും പല രീതിയിലുള്ള സഹായങ്ങൾ നൽകിയിട്ടുള്ളവരാണ് നിങ്ങൾ. മറ്റുള്ളവർ ഇടപെട്ട് നിങ്ങൾക്കിടയിലുള്ള ആ സൗഹൃദപൂർണമായ ബന്ധമോ അല്ലെങ്കിൽ ആ ദൃഢമായ ബന്ധമോ തകർക്കുവാൻ ശ്രമിക്കുന്നു എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോയില്ല എങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യത കൂടുതലാകുന്നു. എന്നാൽ നിങ്ങൾ ശ്രദ്ധയോടെ കരുതലോടെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അവർക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കഷ്ടതകൾ ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ. അത്തരത്തിൽ വളർന്നു വന്നിട്ടുള്ളവരാണ് നിങ്ങൾ എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം മറ്റുള്ളവരെ പോലെ ആഡംബരപരമായ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ കടന്നു വരുന്നില്ല എന്നതാണ് വാസ്തവം. എന്നാൽ കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ
പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഫലമായി പരാമർശിക്കുവാൻ സാധിക്കുക. നിങ്ങളെക്കുറിച്ച് അനാവശ്യം പറഞ്ഞ് കൊടുക്കുന്ന നിരവധിയാർന്ന വ്യക്തികളുണ്ട്. എന്നാൽ ഇത് നിങ്ങളുടെ ജീവിതത്തെ പല രീതിയിലും ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യവും ഓർക്കുക. നിങ്ങൾക്കിടയിലെ ബന്ധത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നതും വാസ്തവമാണ്. കാര്യമായി ബാധിക്കുവാൻ സാധ്യതയില്ല എങ്കിൽ പോലും അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാകുന്നു. എന്നാൽ നിങ്ങൾ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ആർക്കും തകർക്കുവാൻ സാധിക്കാത്തതായ ബന്ധമായി അത് മാറും എന്ന കാര്യവും നിങ്ങൾ ഓർക്കുക. നിങ്ങൾ സ്വയം കലഹിച്ചാലും നിങ്ങൾ തീർച്ചയായും ആ സമയം നിങ്ങൾ വളരെയധികം മിതത്വം പാലിക്കേണ്ടതാകുന്നു. ദേഷ്യം ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ ഈ സമയം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന കാര്യവും ഓർക്കുക. ആര് തന്നെ കലഹിച്ചാലും നിങ്ങൾ മിതത്വം പാലിക്കേണ്ടതും അനിവാര്യമാണ് എന്ന കാര്യവും ഈ നിമിഷം ഓർക്കുക. ധൈര്യമായി തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. തീർച്ചയായും ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. രണ്ടാമത്തെ ചിത്രമായ ശ്രീകൃഷ്ണ ഭഗവാനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. ഈശ്വരാധീനം വർദ്ധിക്കുന്നതായ അവസരമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് എന്ന് തന്നെ പറയാം. നിങ്ങൾക്കിടയിൽ പല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ദോഷകരമായി ബാധിക്കുന്നു എന്ന് തന്നെ പറയാം. പല പ്രതികൂലമായ കാര്യങ്ങളും നിങ്ങൾക്കിടയിൽ സംഭവിക്കുന്നതാണ്. എന്നാൽ അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. മറ്റുള്ളവർക്ക് അത്ഭുതം നൽകുന്നതായ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളിലും ഒരേ അഭിപ്രായങ്ങൾ ഇല്ല എന്നതും പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു എന്നതും വാസ്തവമാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്നുകൂടി ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. ഇത്തരം കാര്യങ്ങളിൽ തർക്കത്തിന് പരിഹാരം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നതും പ്രത്യേകതയാകുന്നു. അധികം സംസാരിക്കാത്ത വ്യക്തികളാണ് നിങ്ങൾ എന്നതും നിങ്ങളുടെ പ്രത്യേകതയായി തന്നെ പറയുവാൻ സാധിക്കും. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും നിങ്ങൾ പുറകെ നിൽക്കുന്നവരാകുന്നു. എന്നാൽ നിങ്ങൾ മുന്നിലേക്ക് വരേണ്ടത് അനിവാര്യമാണ്. എന്നിരുന്നാൽ മാത്രമേ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരൂ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടതാകുന്നു. നിങ്ങൾ തീർച്ചയായും നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരെയും നിങ്ങളുടെ ഒപ്പം നിർത്തുന്നവരെയും നിങ്ങളുടെ പങ്കാളിയെയും മുന്നിലേക്ക് നിർത്തേണ്ടത് അനിവാര്യം തന്നെയാണ്. അവരും ഒപ്പം മുന്നേറണം എന്ന ചിന്ത എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതാണ്. പലപ്പോഴും സമയം കണ്ടെത്തുവാൻ സാധിക്കുന്നില്ല എന്നതും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു എന്ന് തന്നെ പറയാം. സമയം കണ്ടെത്തി നൽകുക എന്ന കാര്യം തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടതായ ഒന്ന് തന്നെയാണ്. കഴിവതും ഒരുമിച്ച് തന്നെ ഇരിക്കുവാൻ ശ്രമിക്കേണ്ടതാകുന്നു. മനസ്സിലുള്ള പല കാര്യങ്ങളും അത് തുറന്ന് പറയാത്തതിനാലും പ്രശ്നങ്ങളുണ്ട് എന്നത് വാസ്തവമാണ്. അതിനാൽ മനസ്സിലുള്ള കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ തുറന്ന് സംവദിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. നല്ല ആശയവിനിമയം നിങ്ങൾക്കിടയിൽ അനിവാര്യമാണ് എന്ന കാര്യവും ഓർക്കുക. ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഉയരണം എന്ന് ചിന്തിക്കുന്നവരാണ് നിങ്ങൾ. അത്തരത്തിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാനുള്ള കഴിവ് തീർച്ചയായും നിങ്ങൾക്കുണ്ട്. അത് തിരിച്ചറിഞ്ഞ് നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നേട്ടങ്ങൾ വന്നു ചേരും. നിങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനോ കൂടുതൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാനോ നിങ്ങൾ തീർച്ചയായും ഒരുമിച്ചിരിക്കേണ്ടതും സമയം കണ്ടെത്തേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. പലരും നിങ്ങൾക്കിടയിലെ സൗഹൃദമോ ബന്ധമോ ദൃഢമായ ആ ബന്ധമോ തകർക്കുവാൻ ശ്രമിക്കുന്നു എന്നതും വാസ്തവമാണ്. അതിൽ പലപ്പോഴും പലരും വിജയിച്ചിട്ടുള്ളതുമാകുന്നു. എന്നാൽ അത്തരം കാര്യങ്ങൾ ഇനി സംഭവിക്കാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. ഭഗവാന്റെ കൃപാ കടാക്ഷം നിങ്ങളിലുണ്ട്. അത് ശരിയായ രീതിയിൽ നിങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ടത്, പ്രാർത്ഥിച്ചും മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. പുറമേ കാണിച്ചില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് വളരെയേറെ ഇഷ്ടമാണ് ഇവരെ എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. സത്യസന്ധരാണ് നിങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം വർദ്ധിക്കാൻ പോകുന്നു എന്ന കാര്യവും ഓർക്കുക. പലപ്പോഴും നിങ്ങളെ മനസ്സിലാക്കുവാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നതും വാസ്തവമാണ്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും.